സോ ദിസ് ഇസ് അവർ മിനി ഡ്രാഫ്റ്റർ, നമ്മുടെ സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ ആയുധം എന്ന് പറയും. ദിസ് ഇസ് മൈ ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, എന്നിട്ട് എവിടെയെങ്കിലും ഇങ്ങനെ അടിയിൽ വെച്ചിട്ട് എന്നിട്ട് സ്ക്രൂ ടൈറ്റ് ചെയ്താൽ അവിടെ കിട്ടും. ഹായ് ഗൈസ്, അപ്പോൾ കുറേ ഒരു വീഡിയോ ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോ മെയിൻലി ഞാൻ ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് വരാം. സിവിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സിനെ പറ്റിയാണ്. ഒത്തിരി പേര് ഡൗട്ട് ഉണ്ട്, എങ്ങനെ അത് ഭയങ്കര ടഫായിട്ടുള്ള ഡ്രോയിങ്സ് ആണോ അതോ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണോ, ടീച്ചേഴ്സ് പറഞ്ഞു തരുമോ എങ്ങനെ വരയ്ക്കേണ്ടത്, അങ്ങനെ കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബേസിക്കലി നമുക്ക് S2ൻ്റെ ടൈം തൊട്ടാണ് ഡ്രോയിങ്സും കാര്യങ്ങളും വരുന്നത്. വേറെ ഒന്നല്ല, പ്ലാൻ വരയ്ക്കുക, സെക്ഷൻ വരയ്ക്കുക, എലവേഷൻ വരയ്ക്കുക, ഇവ കാര്യങ്ങളാണ് നമുക്ക് വരയ്ക്കാനുള്ളത്. അപ്പം ഞാൻ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എന്താ പറയുക മനസ്സിനൊരു ഓക്കെ ഫീലിംഗ് തോന്നാൻ വേണ്ടി ഞാൻ വിചാരിച്ചു എൻ്റെ ഡ്രാഫ്റ്റിങ്ങിൻ്റെ ഇത് ഫയൽ നിങ്ങൾക്ക് കാട്ടിത്തരാമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും എന്തൊക്കെയാണ് വരയ്ക്കാനുള്ള, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും. പിന്നെ ഫസ്റ്റ് സെമ്മിൽ നമുക്ക് ആകെ വരയ്ക്കാനുണ്ടാകുന്നത് ഈ മെക്കാനിക്കൽ ലാബിൻ്റെ റെക്കോർഡും കാര്യങ്ങളൊക്കെയാണ്. സാധാരണ ഇപ്പം നമ്മൾ 10th ബയോളജിക്ക് റെക്കോർഡ് നോക്കി കോപ്പി ചെയ്ത് വരയ്ക്കുമല്ലോ, ആ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് സെമ്മിൽ. വേറെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് വരയ്ക്കാനും കാര്യങ്ങളൊന്നുമില്ല. S2 വരുമ്പോഴാണ് നമ്മൾ പ്ലാൻ, സെഷൻ, എലവേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരയ്ക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് ഇതാണ് ഇൻഡെക്സ് പേജ്. ഇതിപ്പോൾ ഇൻവെർട്ടഡ് ആയിട്ട് കാണുള്ളൂ, ഞാൻ നിങ്ങൾക്കത് അതിൻ്റെ പിക്ക് ഞാൻ അവിടെ കാണിക്കാം. മെയിൻലി നമുക്ക് ഇത്രയും ഡ്രോയിങ്സാണ് വരുന്നത്. ഒന്നാമത്തെന്ന് പറയുന്നത് നമുക്ക് ഡോറ് വരയ്ക്കാനുണ്ടാവും, വിൻഡോ വരയ്ക്കാനുണ്ടാവും, സ്റ്റെയർ കേസ്, ട്രസ്, പിന്നെന്താ നിങ്ങൾക്ക് സിംഗിൾ സ്റ്റോറേഡ് ബിൽഡിംഗ് വരയ്ക്കാനുണ്ടാവും, ഡബിൾ സ്റ്റോറേഡ് ഉണ്ടാവും, പിന്നെ വർക്ക്ഷോപ്പ് ഉണ്ടാവും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് വരയ്ക്കാനുണ്ടാവുക. ഓക്കെ, ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് സാർമാർ തന്നത് ഡോറ് വരയ്ക്കാനായിരുന്നു. പിന്നെ അടുത്തത് വിൻഡോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഒരു ഷീറ്റ് തരും നമുക്ക്. ഷീറ്റ് ഇപ്പം എൻ്റെ അടുത്തില്ല. ഒരു ഷീറ്റ് തന്നിട്ട് നിങ്ങളോട് ഇങ്ങനെ നമുക്കൊരു ഡോറിൻ്റെ ഡയമെൻഷനും കാര്യങ്ങളൊക്കെ തന്നിട്ട്, അതുപോലെ ടൈറ്റിൽ ബോക്സ് ഒക്കെ തന്നിട്ട് നിങ്ങൾക്കൊരു ഷീറ്റ് തരും. ഞാൻ കാട്ടിത്തരാവേ. എൻ്റെ ഡ്രോയിങ് ബുക്ക് ഞാൻ എടുത്തിട്ടില്ല, അതിപ്പോൾ ഹോസ്റ്റലിലായിരിക്കുന്നത്. അത് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും കാട്ടിത്തരാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്താ വരയ്ക്കാനുണ്ടാവുക ആ വക സാധനങ്ങൾ കാട്ടിത്തരാം. സോ ഇതാണ് എൻ്റെ CAD-ൻ്റെ ഫയൽ. ഓക്കെ, ഇൻഡെക്സ് പേജിൽ നിങ്ങൾക്ക് കാണാം. ഇവിടെ നമുക്ക് ഇവിടെ പാനൽ ഡോർ ഉണ്ട്, വുഡ് ആൻഡ് ഗ്ലേസ്ഡ് വിൻഡോ ഉണ്ട്, പിന്നെന്താ സെക്ഷൻ എലവേഷൻ വരയ്ക്കാൻ വേണ്ടി ഡ്രസ്സിൻ്റെ വരയ്ക്കാനുണ്ട്, സ്റ്റെയർ കേസ് ഉണ്ട്, നിങ്ങൾക്ക് സിംഗിൾ സ്റ്റോറീഡ് ഉണ്ട്, 2 സ്റ്റോറീഡ് ഉണ്ട്, പിന്നെ ഒരു ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് വരയ്ക്കാനുണ്ട്, പിന്നെ സിംഗിൾ സ്റ്റോറീഡ് ബിൽഡിംഗ്. ഇത് ഉണ്ടാക്കാനാണ്. സാധാരണ ഒരു വീട് പോലെ നമ്മൾ പണ്ടൊക്കെ കുഞ്ഞിൽ ഉണ്ടാക്കൂലേ, അതുപോലെ ഉണ്ടാക്കാൻ. പിന്നെ CAD ഡ്രോയിങ്, സിംഗിൾ സ്റ്റോറീഡ്, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വരയ്ക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഡ്രാഫ്റ്റിംഗ് ലാബിൽ ചെന്നിട്ട് വരയ്ക്കാനുള്ളത്, അതായത് ഓട്ടോക്യാഡിൽ നമ്മൾ ഡയമെൻഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരയ്ക്കാനുള്ള സംഭവമാണ്. അത് ലാസ്റ്റ് ടുവാർഡ്സ് ദി എൻഡ് ഓഫ് ദി സെമസ്റ്റർ, അതായത് ഈ CAD-ൻ്റെ എല്ലാം വരച്ച് കഴിഞ്ഞിട്ട് നമ്മളോട് ഓട്ടോക്യാഡിൽ വരയ്ക്കാൻ വേണ്ടി അതുണ്ട് നമുക്കൊരു മൊഡ്യൂളായിട്ട്. അപ്പോൾ അതിൽ നമ്മൾ എത്ര നാളും A3 വരച്ച കാര്യങ്ങൾ, A2 ഷീറ്റിൽ വരച്ച കാര്യങ്ങൾ നമ്മൾ CAD-ൽ നമ്മൾ വരയ്ക്കും. ഓക്കെ, അത് ടീച്ചേഴ്സ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു തരും. പിന്നെയെന്ന് പറയുന്നത് ഇത് വർക്ക്ഷോപ്പിൻ്റെ ഡ്രോയിങ് ആണ്. യു ക്യാൻ സി, ഇതാണ് വർക്ക്ഷോപ്പിൻ്റെ ഡ്രോയിങ്. ഫസ്റ്റ് ക്ലാസ്സിൽ സാറുമാർ പറഞ്ഞു തരും നിങ്ങൾക്ക് എങ്ങനെയാണ് വരയ്ക്കേണ്ടത്, ഡയമെൻഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഇപ്പോൾ ഇത് നോക്കാം, ഇതാണ് ഫ്രണ്ട് എലവേഷൻ. ഇത് ഫോൾഡ് ചെയ്തൊക്കെയാണ്. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് കാണിക്കാനുള്ള എളുപ്പത്തിൽ ഞാൻ ഈ ഫയൽ അങ്ങ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് കാട്ടിത്തന്നു കഴിഞ്ഞാൽ സിംഗിൾ സ്റ്റോറിയുടെ പ്ലാൻ, ഫ്രണ്ട് എലവേഷൻ, സെക്ഷൻ. ഇത് നമ്മൾ ആദ്യം പേപ്പറിൽ വരച്ച് പഠിക്കും, എന്നിട്ട് നമ്മൾ ഓട്ടോക്യാഡിൽ ഇത് വരയ്ക്കാം. ഓക്കെ, പിന്നെ ഇത് വർക്ക്ഷോപ്പ്, അങ്ങനെ ഫോൾഡ് ചെയ്തൊക്കെ ഉണ്ടാട്ടോ. ഓക്കെ, ഇതുപോലെ നമ്മൾ വരയ്ക്കും. ഓക്കെ, കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഇതാണ് നമ്മുടെ പ്ലാൻ. നമ്മൾ ഇവിടെ നോക്കുക. ഇപ്പോൾ ഡയമെൻഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ ഡയമെൻഷൻ വെച്ചിട്ട് സാധാ നമ്മുടെ സ്കെയിലും പിന്നെ ഡ്രാഫ്റ്ററൊക്കെ വെച്ചിട്ട് നമ്മൾ വരയ്ക്കുന്ന സാധനങ്ങളാണ്. ഓക്കെ, അതുപോലെ നമ്മൾ അതിൻ്റെ സെക്ഷൻ വരയ്ക്കും, നമ്മൾ അതിൻ്റെ എലവേഷൻ വരയ്ക്കും. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി ഡ്രോയിങ്സും കാര്യങ്ങളും വരുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല പാടായിട്ട് തോന്നും, പക്ഷെ വരച്ച് വരുമ്പോൾ സംഭവം എളുപ്പമാണ്. ഓക്കെ, ഇനി അടുത്ത ഡ്രോയിങ് കാട്ടിത്തരാവേ. ഇത് നമ്മുടെ 2 സ്റ്റോറി ബിൽഡിംഗ് ആണ്. ഓക്കെ, അതിൽ നമുക്ക് ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ വരുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഗ്രൗണ്ട് ഫ്ലോർ പ്ലാനും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇത് നമ്മുടെ ഫ്രണ്ട് എലവേഷൻ, പിന്നെ നമുക്ക് സെഷൻ വരയ്ക്കാനുണ്ടാവും, അതുപോലെ ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളായിരിക്കും നമുക്ക് അടുത്തത് വരയ്ക്കുന്നത്. 2 സ്റ്റോറി ബിൽഡിങ്ങിൻ്റെ കേസാണ് കേട്ടോ. ഇനി നമ്മൾ വരയ്ക്കാൻ പോണത് ഇത് ഒരു സിംഗിൾ സ്റ്റോറേഡ് ബിൽഡിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ പ്ലാൻ ഉണ്ട്, ഫ്രണ്ട് എലവേഷൻ ഉണ്ട്, ആസ് യു ക്യാൻ സി, സെക്ഷൻ വരയ്ക്കും നമ്മൾ. പിന്നെ അതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളും ഇൻഡെക്സും കാര്യങ്ങളൊക്കെ എഴുതും. പിന്നെ ഇവിടെ നമുക്കൊരു ടൈറ്റിൽ ബോക്സ് ഉണ്ടാവും. ഓക്കെ, ഇതാണ് നിങ്ങളുടെ അടുത്ത ഡ്രോയിങ്. സ്റ്റെയർ വരയ്ക്കാനാട്ടോ. ഇത് സ്റ്റെയറിൻ്റെ ഒരു പ്ലാനാണ്. പിന്നെ നിങ്ങൾക്ക് അതുപോലെ തന്നെ അതിൻ്റെ സെഷൻ വരയ്ക്കാനുണ്ടാവും. ഇതാണ് സംഭവങ്ങൾ.
പിന്നെയെന്ന് പറയുന്നത് അതിൻ്റെ ഡീറ്റെയിൽ ഈ ഓരോന്ന് എങ്ങനെയാണ് റൈസ് സാധനങ്ങൾ ആ വക അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ അത് അങ്ങനത്തെ കാര്യങ്ങൾ വരയ്ക്കാനുണ്ടാവും. അതുപോലെ ടൈറ്റിൽ ബോക്സ് ഉണ്ട്. പറഞ്ഞില്ലേ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ഡോറ വരയ്ക്കാനുണ്ടാവുക. അപ്പോൾ ഡോറിൻ്റെ സെഷൻ, എലവേഷൻ, പിന്നെ അതിൻ്റെ ടൈറ്റിൽ ബോക്സും കാര്യങ്ങളും. ഓക്കെ, സിമ്പിളാണ് വരയ്ക്കാൻ, പ്രത്യേകിച്ചൊന്നുമില്ല. പാനലുകൾ വരയ്ക്കണം. ഓക്കെ, പിന്നെ അതിൻ്റെ ഡയമെൻഷൻ, ഈ ഡയമെൻഷൻ വെച്ചിട്ട് നമ്മൾ സാധാ വരയ്ക്കില്ല, അത്രേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. അത് വരച്ചിടുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം ആയിട്ട് തോന്നും. ഇതാണ് നമ്മുടെ ഡ്രസ്സ്. ഈ നമ്മൾ ഷീറ്റൊക്കെ ഇടുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ഡ്രസ്സ് നമ്മൾ ബിൽഡ് ചെയ്യില്ലേ, അതാണ് ഈ സംഭവം. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ലേ, നമ്മൾ ഷീറ്റൊക്കെ ഷീറ്റൊക്കെ ഇടില്ലേ വാർക്കയുടെ മുകളിൽ, അപ്പോൾ ഉണ്ടാവുന്ന ആ ഡ്രസ്സ്, അതിൻ്റെ ഒരു ഡ്രോയിങ് ആണ് ഉണ്ടാവുക നമുക്ക്. ഇതാണ് എനിക്ക് ഉള്ളിൽ കുറച്ചുകൂടി പാടായിട്ട് തോന്നിയത് വരയ്ക്കാൻ എനിക്ക് ഈ സംഭവമാണ്. നമ്മുടെ വിൻഡോ. ഓക്കെ, ഈ വിൻഡോ നമുക്ക് വരയ്ക്കാനുണ്ടാവും. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡ്രോയിങ്. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടാവും. ഞാനിത് കാണിക്കുമ്പോൾ എനിക്ക് എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. മൊത്തം ബ്ലേഡ് പോലെ അത്രയും ഇത് കിട്ടുന്നില്ല. ലൈറ്റും കാര്യങ്ങളൊന്നും കറക്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡ് ആക്കാണ്ട് ഉടനെ ഞാൻ അതിൻ്റെ ഫോട്ടോസും ഞാൻ വരച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും ഡ്രോയിങ്സ് ആണ് നിങ്ങൾക്ക് വരയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. നമ്മുടെ വർക്ക്ഷോപ്പ്, പിന്നെ ഡ്രസ്സ്, പിന്നെ നിങ്ങൾക്ക് ഡോറ് വരയ്ക്കാനുണ്ടാവും, വിൻഡോ വരയ്ക്കാനുണ്ടാവും, സ്റ്റെയർ വരയ്ക്കാനുണ്ടാവും. ഓക്കെ, പിന്നെ നമുക്ക് ആവശ്യം വന്നത് ഈ സിംഗിൾ സ്റ്റോറിയുടെയും ഡബിൾ സ്റ്റോറിയുടെ ഒക്കെയാണ്. അടുത്ത സെമ്മിലേക്ക് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ഓട്ടോ ക്യാഡിൽ ഈ സാധനം വരയ്ക്കാനുണ്ടാവും. അപ്പോൾ അത് ഇതിൻ്റെ ഡയമെൻഷനും കൊടുക്കുന്നതും അതിൻ്റെ സെക്ഷൻ വരയ്ക്കുന്നതും ആ കാര്യങ്ങൾ നന്നായി അറിഞ്ഞാലേ നമുക്ക് ഓട്ടോ ക്യാഡിൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് അതിൻ്റെ ആ ഡയമെൻഷനും കാര്യങ്ങൾ എത്രയാണ് ഇവിടെ കൊടുക്കേണ്ട അളവും കാര്യങ്ങളും ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അത്രയും ഡ്രോയിങ്സും കാര്യങ്ങളും നിങ്ങൾക്ക് വരയ്ക്കാനുണ്ടാവുക. പിന്നെ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ കാട്ടിത്തരാൻ എൻ്റെ ഡ്രോയിങ് ബുക്ക് അവിടെ ഹോസ്റ്റലിലായിപ്പോൾ അതാണ് എനിക്ക് കാട്ടിത്തരാൻ പറ്റത്തെ. ഈ ഡ്രോയിങ്സ് ഇവിടെയും മറ്റേതൊക്കെ ഹോസ്റ്റലിൽ ഇരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഉള്ളതുകൊണ്ട് വീട്ടിൽ വന്നുകൊണ്ടാണ് എനിക്ക് ഈ ഡ്രോയിങ്സ് കാണിച്ചു തരാൻ പറ്റുക. അല്ലെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാനത് പിന്നീട് എനിക്ക് കാണിക്കാൻ പറ്റുമ്പോൾ ഹോസ്റ്റലിൽ ചെല്ലുമ്പോൾ കാണിക്കാൻ പറ്റുമ്പോൾ ഞാൻ കാട്ടിത്തരാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഡ്രോയിങ്സ് ആണ് നിങ്ങൾക്ക് ബേസിക്കലി വരയ്ക്കാനുണ്ടാവുക. സിമ്പിളാണ്, സ്കെയിലും പെൻസിലാണ് ഞാൻ യൂസ് ചെയ്തത്. പക്ഷെ നമുക്ക് ഡ്രാഫ്റ്റർ വെച്ചാണ് വരയ്ക്കേണ്ടത്. കമ്പൽഷൻ ഒന്നുമില്ല, നമ്മുടെ കംഫർട്ടബിൾ അനുസരിച്ച് നമുക്ക് വരയ്ക്കാം. ഞാൻ ഡ്രാഫ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ കാട്ടിത്തരാം. സോ ദിസ് ഇസ് അവർ മിനി ഡ്രാഫ്റ്റർ, നമ്മുടെ സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ ആയുധം എന്ന് പറയില്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് ഡ്രാഫ്റ്റർ. ഈ സാധനം നമ്മളോട് ടീച്ചേഴ്സ് വാങ്ങാൻ പറയും S2ൻ്റെ ടൈമാകുമ്പോൾ. സി ദിസ് ഇസ് മൈ ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, ഇതാണ് ഡ്രാഫ്റ്റർ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് 90 ഡിഗ്രിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇതിവിടെ ഒരു സ്ക്രൂ പോലെ സംഭവമുണ്ട്. അത് നമ്മൾ ഇങ്ങനെ ടേബിളിൽ വെച്ചിട്ട് അവിടെ ഇങ്ങനെ സ്ക്രൂ ടൈറ്റ് ചെയ്യും. നമുക്കിത് അനങ്ങാണ്ടിരിക്കണമല്ലോ ഈ സാധനം. ഇത് ഇങ്ങനെ ഇപ്പോൾ ഇതാണ് ടേബിളിങ്, മീൻസ് ഇങ്ങനെ അടിയിൽ വെച്ചിട്ട് എന്നിട്ട് ഇതിൻ്റെ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നോളൂ. പിന്നെ ബാക്കി ഈ സാധനമാണ് നമ്മൾ മൂവ് ചെയ്യണതും കാര്യങ്ങളും. പിന്നെ ഇവിടെ നമ്മുടെ മെഷർമെൻറ്റും കാര്യങ്ങളും സ്കെയിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും. 90 ഡിഗ്രി സ്കെയിലാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ 0 ആക്കി വെച്ചിട്ട് കറക്റ്റ് നമ്മൾ വരയ്ക്കും. അതൊക്കെ സാറുമാർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഇങ്ങനെ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടെന്ന് കാട്ടിത്തരാൻ വേണ്ടി ഞാൻ കാണിച്ചതാണ്. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ഇങ്ങനെയാണ്, ഇതാണ് നമ്മുടെ ഡ്രാഫ്റ്റർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ ബേസിക്കലി ഡ്രോയിങ്ങിനെ പറ്റി. സിമ്പിളാണ്, കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. എനിക്ക് വരയ്ക്കാൻ പറ്റില്ല, അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഡ്രോയിങ്സിൻ്റെ കാര്യം ടെൻഷനൊന്നും അടിക്കേണ്ട. എനിക്ക് ആകെ പറയാനുള്ളത്, നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് ഈ ഫീൽഡിലേക്ക് വരാം, അല്ലാണ്ട് കഷ്ടപ്പെട്ടിട്ട് വരരുത്. കാരണം ഈ സിവിൽ എന്ന് പറയുന്നത് എനിക്ക് ബേസിക്കലി തോന്നിയത് അത് ഇഷ്ടപ്പെട്ടാലും നമുക്കൊന്നും കൂടി അതിനെപ്പറ്റി പഠിക്കാനും ഇൻട്രസ്റ്റ് തോന്നുള്ളൂ. കാരണം തിയറി അല്ല അത്. നമുക്കറിയാമല്ലോ, എഞ്ചിനീയറിംഗിൽ ഏത് ബ്രാഞ്ച് നോക്കിയാലും കംപ്ലീറ്റ്ലി തിയറി അല്ല. ഇതിലും കൂടുതൽ പ്രോബ്ലമാറ്റിക് സബ്ജക്ട്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക, പഠിക്കാൻ റെഡി ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ അത്രയ്ക്കുള്ളടാ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സിവിലിനെ പറ്റി ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് സോൾവ് ചെയ്ത് എന്നെക്കൊണ്ട് പറ്റുന്ന, അതായത് എനിക്ക് ആൻസർ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിന് റിപ്ലൈയും കാര്യങ്ങളും തരും. അപ്പോൾ അത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ ഗൈസ്, ബൈ.